ആദ്യമായിട്ട് അന്നാ കേറിയത് കുരങ്ങ്. അത് ആ ചിമ്മിനി കൂടെ കേറിയിട്ട് ഈ നമ്മളെ ചില്ല് ഡെപ്പിയിൽ ഞാൻ ചെറുപയർ കടലയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഫുള്ളും പൊട്ടിച്ച് എന്റെ കറണ്ടിന്റെ അടുപ്പ് ഇൻഡക്ഷൻ കുക്കർ അടക്കം പൊട്ടിച്ചിട്ട് മേലേന്ന് എന്തോ സാധനം വലിച്ചിട്ടിട്ടാണ് ഈ ചില്ല് കുപ്പി വീണിട്ടാണോ എന്നറിയില്ല, അതും പൊട്ടിയിട്ട് കിടക്കുമായിരുന്നു. ഈ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടില്ലേ കുക്കറിന്റെ മേലെല്ലാം തൂറി ഇട്ടിട്ട് ഈ നിലത്തൊക്കെ ഒന്നിനും പറ്റില്ലായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്കന്ന് വന്നിട്ട് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ കരച്ചിൽ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കുറച്ച് നേരം കരഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. എന്നിട്ട് ആ ഫുള്ള് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അകമൊക്കെ കഴുകി. പിന്നെ നമുക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര രാത്രി കഴിഞ്ഞെല്ലാം ആക്കണമെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നമുക്ക് തിന്നാൻ തോന്നുവോ? അന്ന് നമ്മൾ ഭക്ഷണമൊന്നും തിന്നിട്ടില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അന്ന്. പിന്നെ അത് സ്ഥിരമായി. ഇപ്പം പിന്നെ സ്ഥിരം കേരള തന്നെയാ. കുരങ്ങ് ഒരു ഭീകരജീവിയാണ് കേട്ടോ. ഒരുപക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഞാനിപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന്. നമ്മൾ തന്നെ കുരങ്ങ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധി തവണ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പൊതുവേ ആളുകൾക്കും പൊതുവേ നമ്മുടെ സമൂഹത്തിനൊരു ചിന്തയുണ്ട്. വന്യജീവി എന്ന് പറയുമ്പോൾ ആന, കടുവ, പുലി, കാട്ടുപന്നി ഈ 4 ജീവികളിൽ മാത്രം പലപ്പോഴും ഒതുങ്ങിപ്പോവുകയാണ്. പിന്നെ കുറച്ച് പാമ്പുകളും. പക്ഷേ കുരങ്ങ് എന്ന് പറയുന്ന ഷെഡ്യൂൾ 1 പെട്ട ഒരു ജീവിയാണ്. ആ ഒരു ജീവി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, വയനാട്ടിലും കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും, അതുമാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടുക്കിയിലും കുരങ്ങുകളില്ലാത്ത ഒരു പ്രദേശമില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുപോലെ കുരങ്ങുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കുരങ്ങുകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഇതൊന്നും വെളിച്ചത്തേക്ക് വരാത്തതിൻ്റെ ഒരു കാരണം ഈ പ്രശ്നങ്ങളൊന്നും ആരും പുറത്തേക്ക് പറയാത്തതുകൊണ്ടാണ്. കാരണം കുരങ്ങിൻ്റെ പ്രശ്നം പരാതിയായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും അത് സ്വീകരിക്കാനായിട്ട് അധികാരികൾക്ക് മടി, മാത്രമല്ല ഇത് പറയാനായിട്ട് ആളുകൾക്ക് മടിയാണ്. കാരണം കുരങ്ങല്ലേ എന്നുള്ളൊരു ചിന്ത. പക്ഷേ എന്നാൽ ആനയോ മറ്റ് വന്യജീവികളൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാവരും അത് ന്യൂസിലും വരും, എല്ലാത്തിലും വരും, അത് വാർത്തയാവും, പുറം ലോകം അറിയുകയും ചെയ്യും. പക്ഷേ കുരങ്ങ് അധികം ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ഇത്തരം വാർത്തകളൊക്കെ വലിയ പ്രാധാന്യത്തോടെ പുറത്തേക്ക് വരേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 വീടുകളിൽ കുരങ്ങ് കയറി വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ആ വീട്ടുകാർക്ക് വരുത്തിയിരിക്കുന്നത്. ആ വീട് ഒരു വല്ലാത്ത പരുവത്തിനാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ 2 വീട് നമ്മളിന്ന് കാണാനായിട്ട് പോകണം. അതിലൊരു വീട് അവർ ക്ലിയർ ചെയ്ത് കളഞ്ഞു. മറ്റൊരു വീട്ടിലെ നമുക്കിപ്പോൾ ചെന്നാൽ ലൈവായിട്ട് കാണാം എന്നാണ് പറഞ്ഞത്. ഏതായാലും ആ 2 വീട് നമ്മളിന്ന് നേരിട്ട് കാണാനായിട്ട് പോവാണ്. എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നടത്താൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1-ലധികം വീടുകളിൽ കയറിയിട്ടുണ്ട്. അതിൽ 2 വീടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് ഈ ഒരു വീട്ടിൽ ആണ് ഒരു വീട്. ചേച്ചിയുടെ പേരെങ്ങനെയാ? പേര് വനജ. ഇന്നലെ എന്താ ചേച്ചി സംഭവിച്ചത്? ശരിക്കും കുരങ്ങ് കയറിയിട്ട് ഇവിടെ വീട്ടിൽ ആളില്ലായിരുന്നു. ഇത് കുരങ്ങ് ഇതിലെ കൂടെയാന്ന് തോന്നുന്നു കേറിയത്. ഇതിലെ കൂടെ ചാടി കേറിയതാണെന്നാ തോന്നുന്നത്. പാടാണ് ആ കാണുന്നത്. തൂറി ഇതാക്കി ഇട്ടിരിക്കും അത്. അതായത് മൊത്തം ഇതാക്കിയിട്ട് അകത്തൊന്ന് കേറി നോക്കിയാൽ കാണാം അവസ്ഥ. വീട്ടില് ആളില്ലാത്ത നമുക്ക് രാവിലെ പണിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം വന്ന് നോക്കുമ്പോൾ അവസ്ഥയാണ് ഇതാ. കറണ്ടിന്റെ വയറ് ഫുള്ളും പറിച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, കണ്ണാടി ചില്ലൊക്കെ അടക്കം പൊട്ടിച്ച് നശിപ്പിച്ച്. ഇത് ഇത്രയും ചെറിയ ഓഴ്സേ ഉള്ളൂ. അതിലെ കൂടെയാണ് ഈ കേറിയിരിക്കുന്നത്. അകത്തൊക്കെ കേറി
ഇതാ ഈ അടുക്കളയിൽ ഒന്ന് കയറി നോക്കിക്കേ, ഒരു അരിയെല്ലാം മൊത്തം ഇതാക്കി ഞാൻ തുണിയെല്ലാം വലിച്ചു വാരി. ഇതെല്ലാം കളഞ്ഞത്, ഇത് പറിച്ച് ഇട്ടതാണ്. ഇത് കണ്ടോ, ഇത് തുണിയെല്ലാം വാരി വലിച്ചിതാ, ഇതെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. കുരങ്ങ് കയറിയിട്ടാക്കിയതാ. ഇവിടെ ഒന്ന് കാണണം നിങ്ങൾ അടുക്കളയുടെ അവസ്ഥ. നമ്മൾ എങ്ങനെ ഇവിടെ കഴിയണ്ടേന്നൊന്നും ആലോചിച്ച് നോക്കിയേ. അല്ല ഇവിടെ അല്ല, ഈ റൂമിലല്ല, ഇതിലെന്തോ കയറിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഇന്നലെ വന്നിട്ട് ഇത് കണ്ട അടുക്കളയിൽ ഇത് അരിയൊക്കെ മൊത്തം ഒരു ചാക്ക് അരി ഉണ്ടായിരുന്നു. അപ്പൊ കൊറേ വാരി കളഞ്ഞു ഞാന്. ഈ മൊത്തം ഇങ്ങനെ പെരക്കിയിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് അവസ്ഥ. നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അരി കിടക്കുന്നുണ്ടോ? അരിയാണ് ഇതെല്ലാം. ഗോതമ്പ് പച്ചക്കറി ഒന്നും ഇല്ലാണ്ടോ? പച്ചക്കറി എല്ലാം ഫുള്ള് കൊണ്ടുപോയി. അത് ഇവിടെ വെച്ചിട്ടാ മൊത്തം ഇത് കവറിലുണ്ടായിരുന്ന പച്ചക്കറികളാണ്. പിന്നെ ഇതിന്റെ സാധനങ്ങളൊക്കെ ഇതാണ്ടാ, ഇതെല്ലാം ഇതാക്കിയിട്ട് ഇതാ മൊത്തം ഇത് വലിച്ചു വാരി. അവർക്ക് തിന്നാൻ പറ്റാത്തത് മാത്രമേ കൊണ്ടാകൂ. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ളും കഴിച്ചു, എല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൊണ്ടുപോയി. ഇത് മല്ലിപ്പൊടി അടക്കം ഇതാ പൊട്ടിച്ചിട്ട് വേണ്ട, അത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയായിരിക്കും. ഇതിനകത്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു, ഫുള്ളും കൊണ്ടുപോയി. ഇതെല്ലാം മറച്ചിട്ടതായിരുന്നു. ഞാൻ ഈ അരിയെല്ലാം ഇതണ്ട, ഇതെല്ലാം മറച്ചിട്ടിട്ട് ഇതാക്കിയതായിരുന്നു. ഞാൻ എടുത്തു വെച്ചതാണ്. ഇതണ്ട നിരത്തിയിട്ട് ഇതണ്ട, ഇതിനകത്ത് അരി നോക്കി, ഇതെല്ലാം ഇത് നോക്കി, ഇതെല്ലാം പച്ചരിയായത്. ഇതെല്ലാം ഇനി എങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുക ആലോചിച്ച് നോക്കിയതാ. ഇത് മൊത്തം മറച്ച് ഇതാക്കിയതാണ്. ഇത് മൊത്തത്തിൽ ഒരു സ്മെല്ലും ആയില്ലേ? ആ അതെ, ഇത് ഇങ്ങനെ ഇനിയിപ്പോ മൊത്തം അടിച്ചു വാരി പിന്നെ ഈ ക്ലോറിനേഷൻ ചെയ്യാതെ ഒരു രക്ഷയില്ല. അടുക്കളയുടെ അവസ്ഥയാണിത്. എന്നാ ചെയ്യേണ്ടത് നമ്മള്? എതിരൊക്കെയാ കേറുന്നതെന്ന് ആർക്കറിയാം. ഇതുണ്ടോ കാരന്റെ വയറൊക്കെ കണ്ടോ? വയറെല്ലാം പറിച്ചിട്ടിരിക്കുവാണിത്. വയറൊക്കെ അല്ലേ എന്തൊരവസ്ഥയല്ലേ. ഇതുണ്ടോ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ണാടി ചെയ്ത് ഇതൊക്കെ പൊട്ടിച്ച് വെച്ച് വയറുകളൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുന്നു. അപ്പുറത്ത് റൂമിൽ കയറി തുണികളും പാത്രങ്ങളൊക്കെ ഇതൊക്കെ വലിച്ചു വാരിയിട്ടേക്കുന്നു. അടുക്കളയിൽ കയറി ഇതുപോലെ സാധനങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് കുരങ്ങനെ കൊണ്ടുള്ളൊരു ഭീകരാവസ്ഥ കേട്ടോ. ഒരു വീട്ടിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ഇനി വേറെയും വീട്ടിലില്ലേ ചേച്ചി? ഇനി വേറെയും വീട്ടിൽ ഇതേപോലെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ കാണുന്ന ഈ ഒരു ഹോൾസിലൂടെയാണ്, അതായത് എയർ വെന്റിലേഷനിലൂടെയാണ് ഈ ഒരു കുരങ്ങ് അകത്തേക്ക് കയറി കേട്ടോ. ഇത് ശരിക്കും ആരുടെ വീടാ? ഇത് എന്റെ ചേച്ചിയുടെ വീടാ. അവള് ഇന്നലെ പിന്നെ ഇരുട്ടിക്ക് പിന്നെ ഭർത്താവ് വൈദ്യരാണ്, പാരമ്പര്യ വൈദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾക്ക് കുറച്ച് BP കൂടിയതുകൊണ്ട് ഇന്നലെ അങ്ങോട്ടേക്ക് പോയതാ. ഇന്നലെ രാവിലെ പോയിട്ട് ഈ സംഭവം കണ്ടിട്ടാണോ? ഇത് കണ്ടിട്ടായിരിക്കും. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരേ ശല്യമല്ലേ, ഓരോ കാര്യം. അപ്പൊ അവള് ഇവിടെ തന്നെയാ നിക്കുന്നത്. ചേട്ടൻ അങ്ങാകുമ്പോ ഇടയ്ക്കേ വരില്ലുള്ളൂ. അപ്പൊ രാത്രിയൊക്കെ അവിടെ ചികിത്സ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുക ചെയ്യും. അപ്പൊ അവളെ ഒറ്റയ്ക്കേ ഉള്ളൂ. നേരെ ഇന്നലെ ചെറുതായിട്ടൊന്ന് BP കൂടിയപ്പോ അവള് പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അവള് രാവിലെ പോയതാന്ന്. ഞാൻ വൈകുന്നേരം വന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. എനിക്ക് രാത്രി ആയതുകൊണ്ട് ഇത് നന്നാക്കാനും പറ്റില്ല. ഇന്ന് രാവിലെ ഇങ്ങോട്ടും പോയല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ സാർമാര് വരുന്നത് എന്തായാലും ഒന്ന് ആരെങ്കിലും വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഈ ഭീകരാവസ്ഥ കാണിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഒരു തെളിവില്ല. അതുകൊണ്ടാണ് ഇത് 12 ഇത് 64ാമത്തെ പ്ലോട്ടാണ്. 64. ബേബി ബാലകൃഷ്ണൻ എന്നാണ് ഇവരുടെ പേര്. ചേച്ചിന്റെ പേര് ബേബി, ബാലകൃഷ്ണനാണ് ഭർത്താവ്. അടുത്ത വീട് എവിടെയായിട്ടാ? അതെ, തൊട്ടപ്പുറത്തെ എന്റെ വീട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. നമ്മൾ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത്. ചേച്ചിയുടെ വീട്ടിലേക്കായിരിക്കും എന്റെ വീട്ടിൽ തന്നെ അല്ലേ? അവിടെയും ഇന്നലെ തന്നെയല്ലേ സംഭവം? ഇന്നലെ അവിടെ എല്ലാ ദിവസവും കയറില്ല. നമ്മൾ ആരും ഉണ്ടാവില്ല. ഇന്ന് പിന്നെ മോൻ അവിടെ ഉണ്ട്. ചേച്ചി എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഫീൽഡ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക. ഇതായിരിക്കും അവസ്ഥ. മക്കളെല്ലാം സ്കൂളിൽ പോകും. ഏട്ടനും വർക്ക് ചെയ്യുന്നുണ്ട്. ഏട്ടൻ വയനാട്ടിലാണ്. അപ്പൊ ഏട്ടൻ അങ്ങോട്ട് പോകും. അപ്പൊ വീട്ടിലാരും ഇല്ലല്ലോ. ആരും ഇല്ലാത്ത സമയത്ത് അതുപോലെ രാവിലെ നമ്മൾ ഇറങ്ങുന്നത് തന്നെ വൈകി പോകുന്നു. രാവിലെ എണീച്ച് നോക്കുമ്പോ കുരങ്ങിനെയാ കാണുന്നത്. ഈ തിണ്ണയിലെല്ലാം വന്നിട്ട് ഭീകരമാണ് ശരിക്കും പറഞ്ഞ. ആന വന്ന് ഈ മരങ്ങൾ ഇതാക്കി അതെങ്കിലും അറിയാം. ഇതിപ്പോ ഒന്നും ചെയ്യാൻ നമ്മൾ അപ്പുറത്തൂടെ നമുക്ക് ഓടിക്കാനും പറ്റില്ലല്ലോ. എങ്ങനെയാ അവരെ ഓടിക്കണ്ടേ? കല്ലെടുത്ത് ഓടിക്കും, ഒച്ചയെടുത്ത് നമ്മൾ പടക്കം പൊട്ടിക്കും. അതൊന്നും കാര്യമില്ല, അവർക്ക് കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് പേടിപ്പിക്കാതിരിക്കാനും പറ്റില്ല. ഇതെന്താ ചെയ്യണ്ടേ?
നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ ഒരു സാധനം വെക്കൂല. ഇപ്പൊ ഞാൻ മഞ്ഞളൊന്നും നടലേ ഇല്ല, മഞ്ഞളൊക്കെ മൊത്തം പറിച്ചുകൊണ്ടായിരുന്നു. ഇതിപ്പോ അവര് അതാ ഈ തൊട്ടപ്പുറത്ത് അവരുടെ വീട്ടിലും അതാ വാഴയും ഇതെല്ലാം തെങ്ങും എല്ലാം തേങ്ങ എല്ലാം പറിച്ച് നമ്മള് വരുമ്പോഴത്തേക്കുണ്ടാവും മുറ്റത്തൂടെ ഒക്കെ നിരത്തി. സാധാരണ ഓടിട്ട വീട്ടിലായിരുന്നു സാധാരണ ഇപ്പൊ ഇങ്ങനത്തെ എല്ലാ വീട്ടിലും കയറാൻ തുടങ്ങി. ചെറിയ ഓഴ്സ് മതി. നമ്മളത് പിന്നെ കുറച്ച് ചാർത്ത് കൂട്ടിയെടുത്തതുകൊണ്ട് ഇതാ നമ്മള് പിന്നെ ചോർച്ച ഉണ്ടായിരുന്നു, അപ്പൊ ഷീറ്റെല്ലാം ഇട്ടിട്ടുണ്ട് മേലെ. അന്നേരം നോക്കുമ്പോ അതില് കൂടെ ആ കയറും പിടിച്ച് കയറി. കയറില്ലാത്തടത്ത് അവിടെ ഒന്നും ഇല്ലല്ലോ, ചേച്ചീന്റെ അടുത്ത് കയറാൻ ഒരു വഴിയും ഇല്ല. ഭിത്തി വലിഞ്ഞാ കയറിയത്. ഇതിപ്പോ നമ്മളടുത്ത് ഫുള്ള് ഏത് സമയത്ത് ഇതാ ഈ പൈപ്പൊക്കെ പിടിച്ച് വലിച്ചിട്ടതാണ്. ഇതിപ്പോ പൈപ്പ് എപ്പം വലിച്ചിട്ടിട്ട് വെള്ളം ഇങ്ങനെ നിലത്തുണ്ടാവും. ആ നമ്മള് ഇതിലെല്ലാം ഫുള്ള് അകത്ത് കയറല തന്നെയാ പണി. അതുകൊണ്ടാണ് കുരങ്ങ് ഇതാക്കിയത് കൊണ്ട് അടച്ചു വെച്ചതാണ്. ഇനി എല്ലാം ഇതാക്കിട്ട് അതെല്ലാം എടുത്തു വെച്ചിട്ടാണ് പിന്നെ അടച്ചു വെച്ചേക്കുന്ന. വലിയ അവസ്ഥയാണ്. കുരങ്ങ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആനയെക്കാട്ടും ഭീകരാട്ടോ കുരങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ട് അങ്ങനെയാ, ഞങ്ങൾ അന്നേരം ശ്രദ്ധിക്കുന്നേ ഇല്ല കുരങ്ങ് ഉണ്ടാവുന്നൊന്നും. സാധാരണ ദൂരെയെല്ലാം പോകും. അപ്പൊ ഞാനും മട്ടന്നൂര് വർക്കിന് വേണ്ടി പോയതാ. തിരിച്ചു അപ്പോഴുണ്ട് എന്നെ വിളിക്കുന്നു, മേലത്തെ ഈ തൊട്ട് മേലത്തെ രാധേച്ചി ഉണ്ട് വിളിക്കുന്നു. അപ്പം ചേച്ചീന്റെ വൈദ്യരെ അമ്മയുണ്ടായിരുന്നു, ചേച്ചിന്റെ ഭർത്താവിന്റെ അമ്മയും. അമ്മ പറഞ്ഞു അവര് തൊഴിലുറപ്പിന് മതി, രണ്ടുപേരും തൊഴിലുറപ്പിന് മതി. അവര് ഉച്ചയ്ക്ക് ചോറിനാൻ വന്നപ്പോ നോക്കുമ്പോഴാണ് പിന്നെ എന്തോ ഒച്ചപ്പാട് കേൾക്കുന്നെന്ന്. അപ്പൊ അമ്മ വന്നിട്ട് നോക്കുമ്പോ അകത്ത് ഫുള്ളും ആദ്യമായിട്ട് അന്നാ കയറിയത് കുരങ്ങ്. അത് ആ ചിമ്മിനി കൂടെ കയറിയിട്ട് ഈ നമ്മളെ ചില്ല് ഡെപ്പിയിൽ ഞാൻ ചെറുപയർ കടലയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഫുള്ളും പൊട്ടിച്ച് എന്റെ പിന്നെ കറണ്ടിന്റെ അടുപ്പ് ഇൻഡക്ഷൻ കുക്കർ അടക്കം പൊട്ടിച്ചിട്ട് മേലേന്ന് എന്തോ സാധനം വലിച്ചിട്ടിട്ടാണ് ഈ ചില്ല് കുപ്പി വീണിട്ടാണോ എന്നറിയില്ല, അതും പൊട്ടിയിട്ട് കിടക്കുമായിരുന്നു. അതും പൊട്ടിച്ച് പിന്നെ ഫുള്ള് ഈ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടില്ലേ കുക്കറിന്റെ മേലെല്ലാം തൂറി ഇട്ടിട്ട് ഈ നിലത്തൊക്കെ ഒന്നിനും പറ്റില്ലായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്കന്ന് വന്നിട്ട് വൈകുന്നേരം വന്നു കഴിയുമ്പോ കരച്ചില് വന്നിട്ട് മഞ്ഞൾപ്പൊടി മേടിച്ചിതാക്കി കൊണ്ടുവച്ച സാധനങ്ങള് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാല് വന്നു നോക്കുമ്പോ ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കുറച്ചു നേരം കരഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. എന്നിട്ട് ആ ഫുള്ള് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അകമൊക്കെ കഴുകി ഇതാക്കിയതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തത്. മൊത്തം സാധനങ്ങൾ കുപ്പികളെല്ലാം എടുത്ത് കഴുകി രാത്രി 12 മണിയൊക്കെ ആയി. ഞാൻ വന്നത് ഒരു 5:30 കഴിഞ്ഞ് 6 മണിയായി ഇവിടെ എത്തുമ്പോൾ. മട്ടന്നൂരൊക്കെ പോയിട്ട് വരുന്നല്ലേ, വൈകി ഇവിടെ എത്തുമ്പോൾ ഈ അവസ്ഥയാ. പിന്നെ നമുക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര രാത്രി കഴിഞ്ഞെല്ലാം ആക്കണമെങ്കിൽ ഒരു ഭയങ്കര എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക നമ്മൾ ഇത് കണ്ടുകൊണ്ട് നമുക്ക് തിന്നാൻ തോന്നുവോ? അന്ന് നമ്മൾ ഭക്ഷണം ഒന്നും തിന്നിട്ടില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അന്ന്. പിന്നെ അത് സ്ഥിരമായി. ഇപ്പം പിന്നെ സ്ഥിരം കേരള തന്നെയാ, ഓരോ ദിവസം നോക്കിയാലും. ഇതിന്റെ ഈ പ്രശ്നം അറിയിച്ച് ഫോറസ്റ്റുകാർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റില് ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതൊന്നും കണക്കാക്കിയിട്ടില്ല. കുരങ്ങായതുകൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റിൽ. ഇവര് ഇത് ഭയങ്കര കുരങ്ങ് ശല്യാന്ന് പറഞ്ഞപ്പോ ആരും ഒന്നും ഇതാക്കില്ല. ഇപ്പം നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഇത് വന്നതിന് നേതൃത്വത്തിന്റെ ഇതില്ലേ ആ ഗ്രൂപ്പ് വന്നല്ലോ, ആ ഫോൺ നമ്പർ അതിലാണ് അന്നേരം നമ്മളിത് ടാസ്ക് ഫോഴ്സിന്റെ ഇതില് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു. ഇത് ആരും അത്ര വലിയ വകവെക്കുന്നില്ല. ആനേനിങ്ങനെ ഓടിക്കുന്നു. ആന വന്നാലും നമുക്ക് ഇവിടെ ആന വന്നിട്ടുണ്ട്. ഇതാ അവിടെ നമ്മൾ അന്നേരം വാഴ നട്ടിട്ടുണ്ടായിരുന്നു. ആ വാഴയെല്ലാം തിന്ന് അവിടെ പിന്നെ ഇത് പ്ലാവുണ്ട്, പ്ലാവ് പിന്നെ ചക്കയെല്ലാം പറിച്ച് ഇതാ ഇവിടെ നിന്ന് ചക്ക പറിച്ച് എന്നിട്ട് ഇതിലെ കൂടെ ഇറങ്ങിയ. അപ്പം ഞങ്ങളാ ഇതിൽ കൂടെ ഇറങ്ങി ഇവിടെ വന്ന് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആന പിന്നെ വരും. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ ആകെ എന്റെ ഈ പറമ്പിൽ ഒരു 5 പ്രാവശ്യം എങ്ങാനേ വന്നിട്ടുള്ളൂ ഇത്രയും വർഷമായിട്ട്. 2008 മുതൽ നമ്മൾ താമസിക്കുന്നുണ്ട്. 7 പട്ടയം കിട്ടി. 8 മുതൽ നമ്മളിവിടെ ഷെഡ് വെച്ചിട്ട് അവിടെയായിരുന്നു ആദ്യ ഷെഡ്. അതിനുശേഷം 2009 10 ആയപ്പോഴത്തേക്ക് നിർമ്മതിന്റെ വീട് ഇവിടെ പണിത്. അതിനുശേഷമാണ് ഇങ്ങോട്ട് 17 വർഷം ആയില്ലോ. ഇത്രയും കാലമായിട്ട് ഇന്നലെയും കയറി. പിന്നെ കൊറേ പൊടിയും അരിയും അതും ഇതും എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ടാവില്ല മൊത്തം. അതെല്ലാം ക്ലിയർ ആക്കി അകത്തായതുകൊണ്ട് കാണിച്ചാൽ മതി. ഞാൻ അതിന്റെ വീഡിയോ
കാണിച്ചു തരാം. ചേച്ചി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന പിന്നെ കുരങ്ങ് വന്ന ഫോട്ടോ ഇതാ. ഇതെല്ലാം ഞാൻ പിന്നെ ഇന്നലെ വന്ന് എല്ലാം വൃത്തിയാക്കി. ഇവിടെയെല്ലാം ഇതെല്ലാം പൊടിയെല്ലാം ഇതാക്കി ഉണ്ടായിരുന്നാ എല്ലാം ഇതാക്കി വലിച്ച് വാരി ഇതെല്ലാം ഇടും ഫുള്ള്. ഇതെല്ലാം വയറെല്ലാം ഇങ്ങനെ പോക്കിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കാൻ തുടങ്ങി. ഇതിൽ കൂടെ കേറും നമ്മളിത്. നമുക്ക് ഇതില് ഇങ്ങനെ ചാർത്ത് ഇത് പൊക്കിയിട്ടതും കൊണ്ട് കുറെ സ്ഥലം ഉണ്ടല്ലോ. പിന്നെ ഇതില് ഞാൻ ഗ്യാപ്പ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേയും കേറി വരും. അതിനെ വന്നിട്ട് ഫുള്ള് ഇതാക്കി വലിച്ചു വാരിയിടും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കുരങ്ങ് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് വരുത്തി വെക്കുന്നതെന്നുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടാണ്. ആ 2 വീട്ടിലെയും അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം കയറിയ വീട്ടിൽ നമ്മൾ നേരിട്ട് കണ്ടാണ് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് അവിടെ വരുത്തി വെച്ചിരിക്കുന്നത്. അവർ മേടിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അരി, മറ്റ് സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ്, അതുപോലെ തന്നെ പച്ചക്കറികൾ, എന്തെല്ലാം സാധനങ്ങളാണ് ഇത് കയറി. അതായത് ആ അരി പോലും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ അടുക്കളയിലേക്ക് കയറുമ്പോൾ കുരങ്ങിൻ്റെ മൂത്രത്തിൻ്റെ ഗന്ധമാണ് നമുക്ക് അവിടെ മൊത്തം അടിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഇനി അത് ക്ലോറിനേഷൻ ചെയ്താൽ മൊത്തം സാധനങ്ങൾ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ഇത്. അതിൻ്റെ ഒക്കെ ഒരു നഷ്ടം ഒരിക്കലും അവർക്ക് നമുക്കൊന്നും കണക്ക് കൂട്ടി പറയാനോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാനോ പോകുന്നില്ല. വലിയൊരവസ്ഥയാണ്. എന്നാൽ ആ സമയത്ത് ഒരു ആനയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമൊക്കെ വരുമായിരിക്കും. പക്ഷേ ഇത് ഭയങ്കര ഒരു അവസ്ഥയാണ്. കുരങ്ങ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിപ്പോൾ നമ്മൾ രണ്ടാമത് പോയ വീട്ടിലെ വീഡിയോയിൽ നമ്മൾ കണ്ടാണ്. അവർ വീഡിയോ എടുത്ത് വെച്ചിരുന്നു, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി. അതും ഇതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ്, അരിപ്പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ അരി, മറ്റ് ഗ്രോസറി ഐറ്റംസ്, പച്ചക്കറികൾ എല്ലാം നശിപ്പിച്ച്, വയറുകളടക്കം എന്തെല്ലാം സാധനങ്ങളാണ് ഒരു വീട്ടിൽ കയറി നശിപ്പിക്കാൻ പറ്റുന്നതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുരങ്ങിനെ അടിയന്തരമായിട്ട് ഷെഡ്യൂൾ 1 നിന്ന് മാറ്റി അതിനെ താഴേക്ക് ഇറക്കണം എന്നുള്ള, അല്ലെങ്കിൽ 2ലോ 3ലേക്കൊക്കെ മാറ്റണം എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം കുരങ്ങ് അതുപോലെ നാശനഷ്ടമാണ് ജനങ്ങൾക്ക് വരുന്നത്. മാത്രമല്ല അതൊരു എന്താ പറയുക, തീരെ എൻഡേഞ്ചർഡ് ആയിട്ടുള്ളൊരു സ്പീഷീസ് പോലും അല്ല. ഇപ്പോൾ വളരെ സുലഭമായിട്ട് എല്ലാ മുക്കിലും മൂലയിലും കാണുന്ന ഒരു ജീവിയായിട്ട് മാറിയിരിക്കുകയാണ് കുരങ്ങ് എന്നൊക്കെ പറയുന്നത്. പണ്ട് ഒരു കാലത്ത് അതൊക്കെ വളരെ എൻഡേഞ്ചർഡ് ആയിട്ട് വരുന്ന ഒരു ജീവിയായിരുന്നു എങ്കിൽ പോലും അപ്പോഴായിരിക്കും ഒരു പക്ഷേ അതിനെ ഷെഡ്യൂൾ 1ലേക്ക് ഇട്ടത്. പക്ഷേ അതൊക്കെ മാറ്റേണ്ട സമയം, അല്ലെങ്കിൽ അതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കുരങ്ങിനെ ഒരു എന്താ പറയുക, ശല്യക്കാരനായിട്ടുള്ളൊരു ജീവിയായിട്ട് പ്രഖ്യാപിച്ച് അതിനെ ഷെഡ്യൂൾ 1 നിന്നൊക്കെ മാറ്റി താഴേക്ക് ഇറക്കി ആളുകൾക്ക് സ്വൈര്യജീവിതം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി ഉണ്ടാകട്ടെ. വലിയ ബുദ്ധിമുട്ടി തന്നെയാണ്. ആർളം പ്രദേശത്ത് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ ആർളം പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് വന്ന് കവർ ചെയ്തു എന്ന് മാത്രം. എല്ലാ സ്ഥലത്തും വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളുടെ കാർഷിക വിളകൾ ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. വാഴയും തെങ്ങും വാഴയൊക്കെ നന്നായി വരുന്ന സമയത്ത് മൊത്തം അതിൻ്റെ തണ്ട് മാത്രം നിർത്തി. നമ്മൾ ഇതിനു മുന്നേ ഒരു എപ്പിസോഡിൽ കണ്ടാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയ കേസൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പം വലിയൊരു അവസ്ഥയെ കൂടി തന്നെയാണ് കർഷകർ പോകുന്നത്. അല്ലെങ്കിൽ അതുമാത്രമല്ല, കർഷകർ മാത്രമല്ല, വീട്ടിൽ നല്ല കെട്ടുറപ്പുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പോലും ഇതേ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.